സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് സന്ദീപ് വാര്യർ പറയുന്ന ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് പറയുന്നത്. അതായത് പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ പൊളിയുന്നു. ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷം എന്നുള്ളതായിരുന്നല്ലോ പല ഫ്ലെക്സുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഫ്ലെക്സുകളുടെ നിറം മങ്ങുന്നതിന് മുൻപ് തന്നെ അതെല്ലാം പൊളിഞ്ഞു പാളിസായി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ കാര്യം വലിയ കഷ്ടമാണ്. കാര്യം കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതേ നിലവാരത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ്. ഇതേ സന്ദീപ് വാര്യർ BJP-യിലുള്ള സമയത്തും അതേ നിലവാരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സന്ദീപ് വാര്യർക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. അദ്ദേഹം ഈ പറയുന്ന അന്ന് പറഞ്ഞ അതേ വിവരക്കേടുകൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അടുത്ത UDF സർക്കാരിന്റെ തലയിൽ ഈ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അങ്ങനെ UDF സർക്കാരിന്റെ കാലത്താണ് പവർ കട്ട് തുടങ്ങിയത് എന്നൊരു വിദണ്ഡവാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എന്തായാലും ഇത് LDF UDF-ന്റെ തല കെട്ടിവെക്കാൻ പോകുന്നില്ല, UDF സർക്കാരിന്റെ തലയിൽ. കാരണം അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യം ഇപ്പൊ സംശയത്തിന്റെ നിലയിലാണ്. ഈ പറയുന്ന ജയിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മിനിമം അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാവണം. നിലവിലത്തെ സാഹചര്യം വെച്ച് സന്ദീപ് വാര്യർ അധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കേവല ഭൂരിപക്ഷം കിട്ടി UDF അധികാരത്തിൽ കയറുമോ എന്നുള്ള കാര്യം സംശയം ആണ്. ശരി, ഇതിൽ എന്തുകൊണ്ടാണ് പവർ കട്ട്? ഇതൊരു പവർ കട്ട് ആണോ, ലോഡ് ഷെഡിങ് ആണോ, എന്താണ് ഇത്? അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വൈദ്യുതി ഉപഭോഗത്തിൽ മുൻപുള്ളതിനേക്കാൾ മുന്നോട്ടാണ്. ഏകദേശം 118 ദശലക്ഷം മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മൾ പ്രതിദിനം കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകെപ്പാടെ 78 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇത്രയും കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു കണക്കെടുപ്പ് വരുമ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ്. ഇൻഡക്ഷൻ കുക്കറുകൾ എന്തിനാണ് ഇതിനകത്ത് കറണ്ടിന്റെ ഒരു കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന പോലെ നമ്മളെല്ലാവരും വല്ലാത്തൊരു വിഭ്രാന്തിയിലായിരുന്നു, വീട്ടമ്മമാരെ പ്രത്യേകിച്ച്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പാചകവാതകത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ നാട്ടിലുള്ള ചായക്കടകൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. കാര്യം എന്താ? പാചകവാതകം ഇല്ല. ഉള്ളത് തന്നെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ആ വലിയ വില കൊടുത്ത് ബ്ലാക്കിൽ സാധനം വാങ്ങി വെച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു സ്റ്റാഫിനെ പോലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വരുമാനം അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പലയിടങ്ങളിലും ചായയുടെ വില വർദ്ധിപ്പിക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി. ചായയുടെ വില, ഭക്ഷണ സാധനങ്ങളുടെ വില, കറികളുടെ, ഊണിന്റെ തുടങ്ങിയ എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ 5 മുതൽ 10 രൂപ വരെ പലയിടങ്ങളിലും വില വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, പാചകവാതം, ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കും, ഇറാൻ യുദ്ധവും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോഴേക്ക് പലയിടങ്ങളിലും 10 യൂണിറ്റ് പോലും ഇൻഡക്ഷൻ കുക്കർ വിറ്റുപോകാത്ത പല സ്ഥാപനങ്ങളിലും 30-ലധികം ഇൻഡക്ഷൻ കുക്കറുകൾ വിറ്റുപോകുന്ന ഒരു സാഹചര്യം, പലയിടങ്ങളിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സാഹചര്യം. എന്തിനേറെ പറഞ്ഞ വലിയ ഷോപ്പുകളിൽ പോലും ഈ പറയുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ ലഭ്യമല്ല. എന്ന് വെച്ചാൽ 24 ലക്ഷത്തോളം വരുന്ന യൂണിറ്റുകൾ ഇതിനോടകം വിറ്റ് കഴിഞ്ഞു. അപ്പൊ 78 ലക്ഷം കുടുംബങ്ങളുള്ള സംസ്ഥാനത്ത് 24 ലക്ഷത്തോളം വരുന്ന സാധനങ്ങൾ, അതായത് ഇത് വിറ്റ്, ഇൻഡക്ഷൻ കുക്കർ മാത്രം വിറ്റു 2000 യൂണിറ്റിലധികമാണ് ഈ പറയുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടിന്റെ അളവെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇപ്പം ഈ പറയുന്ന അരമണിക്കൂർ മാക്സിമം പവർ എന്താ പറയുന്നത്, വൈദ്യുതി നിയന്ത്രണം എന്നാണ് പറയുന്നത്. ലോഡ് ഷെഡിങ് അല്ല, വൈദ്യുതി ദൗർലഭ്യമാണ്, വൈദ്യുതിയുടെ കുറവാണ് ശരിക്കും ഉണ്ടാകുന്നത്. അത് ഉൽപാദനത്തിന്റെ ഏകദേശം ഒരു 50% ശരിക്കും പറഞ്ഞാൽ ഏകദേശം 48% മുകളിൽ നമ്മുടെ വൈദ്യുതി ഉൽപാദനം നടക്കുന്ന തെർമൽ പവർ പ്രോജക്റ്റുകൾ, അതുപോലൊപ്പം തന്നെ ഈ എന്താ പറയാ കൽക്കരിയിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള പവർ പ്രോജക്റ്റുകളാണ് നമ്മുടെ രാജ്യത്താകമാനം ഉണ്ടാകുന്ന 50% അങ്ങനെയുണ്ട്. ബാക്കിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, അതായത് വെള്ളത്തിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പൊ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മഴയൊക്കെ ഉണ്ടായി, നമ്മുടെ ഡാമുകളിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ അണക്കെട്ടുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഈ പറയുന്ന വൈദ്യുതിയുടെ ഉപഭോഗം അല്ലെങ്കിൽ വൈദ്യുതി നമുക്ക് കൂടുതൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ പലയിടങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെയും പ്രശ്നത്തിലാണെന്നേ. ഈ പറയുന്ന ഇവര് ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിലടക്കം, പഞ്ചാബിലടക്കം പല സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ ഇപ്പൊ നമ്മൾ അരമണിക്കൂറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തർപ്രദേശ് അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഈ നമുക്കിപ്പം പരമാവധി ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്ന 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും 45-നും 50-നും ഇടയ്ക്ക് ആണ് ചൂട് രേഖപ്പെടുന്നത്. എന്നാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ലോഡ് ഷെഡിങ് ഉണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം
അരമണിക്കൂറിലോ 15 മിനിറ്റിലോ തീരുന്നതല്ല. അവിടുത്തെ വൈദ്യുതി നിയന്ത്രണം 1 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളിപ്പം ഒരു കണക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് നോർമലി ഉള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലവിൽ ട്രാൻസ്ഫോമറുകൾ പലയിടങ്ങളിലും കംപ്ലൈന്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കൊണ്ടുവന്നിട്ട് DC AC ഇങ്ങനെ പറയുന്ന അതിന്റെ ഒരു പവർ വേരിയേഷൻ വരുന്നതിനാണ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലൂടെ കൊടുക്കുന്ന ഗ്രിഡുകൾ പലയിടത്തും ഈ ഒന്നാമത് ചൂടായി പോകുന്നു. കാരണം ഇതിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഓട്ടോ പറയുന്ന പോലെ എന്താ പറയാ ഡ്രിപ്പ് ആവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സമയം വരെ അത് ഇതിനെ ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാറുന്നു. നമ്മുടെ ഗ്രിഡുകളിൽ പലതിലും ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ലോഡുകൾ കൂടുതൽ വരുന്നതാണ് നമ്മുടെ ഇതിന്റെ പ്രശ്നം. നമ്മുടെ നേരത്തെ പലപ്പോഴും ഞാൻ വീഡിയോ സൂചിപ്പിച്ച നമ്മൾ സംസാരിച്ച കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, AC ഉപയോഗം കൂടി. ഏത് സെന്ററിൽ പോയി നോക്കിക്കോളൂ, AC അല്ലെങ്കിൽ കൂളറുകളുടെയൊക്കെ ഉപയോഗം, അല്ലെങ്കിൽ കൂളർ എന്ന് പറയുന്ന സാധനം വിറ്റഴിയാണ്. നമുക്ക് അവിടെ പോയിട്ട് ഒരു പീസ് പോലും എടുക്കാനില്ലാത്ത സാഹചര്യം. അതുപോലത്തെ നമ്മുടെ ഈ പറയുന്ന പവർ കൺസംഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അന്തരീക്ഷം ചൂടായിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം. AC ഉപയോഗം കൂടുമ്പോൾ അന്തരീക്ഷം ചൂടാവും. കാരണം പുറത്തേക്ക് തള്ളുന്ന ചൂട് വായുവാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ വലിയ വലിയ കമ്പനികൾ, ഇപ്പൊ ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ളതെല്ലാം മിക്കവാറും എല്ലാം സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. ഇതിന്റെ ഫാൻ എല്ലാം പുറത്തേക്ക് വെച്ചിട്ട് ഈ ചൂട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് എനിക്കറിയാവുന്ന ഒരു വാർത്ത നമ്മൾ ചെയ്തത് പിന്നെ ഈ ഷമ്മി തിലകൻ എന്ന് പറയുന്ന നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ വീടിനടുത്തേ ഉള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് സെന്റർ ഉണ്ട്. ആ ഷോപ്പിംഗ് സെന്ററിലെ AC കാരണം അവിടെയുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. AC കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ഈ ചൂട് കാരണം നാട്ടുകാർ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടുമിക്ക സിറ്റികളിലും അതായ അവസ്ഥ. ഇന്ന് പലരും ജോലിക്ക് പോകുന്നത് തന്നെ AC-ക്കകത്തിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ, വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം എന്നാണ് ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. ഇതിൽ സന്ദീപ് വാര്യർക്ക് അറിയാം. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ഇതിനെ വിമർശിക്കുന്ന പല സംസ്ഥാന നേതാക്കന്മാർക്ക്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ഈ പറയുന്ന സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് എന്താ, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കറണ്ട് പവർ കട്ട് ഇല്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. സത്യമല്ലേ? കഴിഞ്ഞ ഒരു 10 വർഷക്കാലം നമ്മൾ എടുത്തു നോക്കിയോളൂ, എവിടെയാണ് നമുക്ക് പവർ കട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? അതിനു മുൻപ് നമുക്കറിയാം, ഈ ആര്യാടൻ മുഹമ്മദ് ഒക്കെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമുക്കൊരു അരമണിക്കൂർ, 6 മണി മുതൽ ഏകദേശം 10-10:30 വരെയുള്ള സമയത്ത് ഏത് സമയത്ത് ഒരു അരമണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടാവും. ആ ലോഡ് ഷെഡിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു വീക്ക് 6:30-ക്കാണ് പോകുന്നതെങ്കിൽ നെക്സ്റ്റ് മൺഡേ ടു സാറ്റർഡേ അങ്ങനെയാണ് കണക്ക് വരുന്നത്. ചിലപ്പോൾ ഞായറാഴ്ചകളിൽ ഒരു ഇളവ് കൊടുക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പം മൺഡേ ടു സാറ്റർഡേ എന്നുള്ള കണക്കിൽ ഇവർക്ക് 6:30-ക്കാണ് പോകുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം 7 മണിക്കായിരിക്കും പോകുന്നത്. ഇങ്ങനെ അരമണിക്കൂർ നമുക്ക് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു സംവിധാനമേ നമ്മുടെ അടുത്തുനിന്ന് പോയി. നമ്മുടെ ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഇന്ന് 20 വയസ്സുള്ള ഒരു കുട്ടിക്കും അവന്റെ 10 വയസ്സിന് ശേഷം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവന്റെ അറിവില്ല ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ലോഡ് ഷെഡിങ്ങിൽ പവർ കട്ടില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇത് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് ചൂട് അധികരിച്ചു കഴിയുമ്പോൾ ഈ 15 മിനിറ്റ് സമയം നമ്മൾ വെന്ത് പുഴുങ്ങിപ്പോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നത്. ഇപ്പം നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് മനുഷ്യർ അറിയുക പോലും ഇല്ല. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് അത്യാവശ്യം പഴയ നമ്മുടെ ഒരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ, ഈ 41 ഡിഗ്രി ഒന്നും ഇല്ല, നമുക്കൊരു 32 വരെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ റിക്കവർ ആയി പോകാനെ. നമുക്ക് ചൂടിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ഈ കറണ്ട് പോക്ക് ഒരു 15 മിനിറ്റ് കറണ്ട് പോയെന്നുകൊണ്ട് നമുക്ക് കൂടുതലായൊന്നും സംഭവിക്കാനില്ല. അപ്പം ഇത് സിറ്റുവേഷൻ മാറി, ചൂട് കൂടി 40 മുതൽ 45 വരെയുള്ള ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മളുടെ അന്തരീക്ഷം പിന്നെ താപനില കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്നു. അല്ലാതെ 32-ഒക്കെയാണെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുള്ളൂ, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും കറണ്ട് പോയിട്ടുണ്ട്, നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. നല്ല മഴക്കാലത്തൊക്കെ അങ്ങനെ കറണ്ട് പോകാറുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ക്ലൈമറ്റ് മാറി കഴിയുമ്പോഴേക്ക് നമ്മൾ സാധാരണ നിലയിലേക്ക് എത്തും. അത് മറ്റൊരു പിന്നെ സർക്കാരിന്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് UDF സർക്കാരാണ് പവർ കട്ട് തുടങ്ങി വെച്ചതൊന്നും ഇല്ല. നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം, വൈകുന്നേരം 6 മണി മുതൽ നമുക്കൊരു 11-12 മണി വരെയുള്ള ഒരു സമയത്ത് രാത്രികാലങ്ങളിൽ നമ്മളുടെ വീട്ടിലെ വൈദ്യുതി നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പല വീടുകളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകൾ ധാരാളമുണ്ട്. പണ്ടൊക്കെ
നമുക്കറിയാവുന്ന പോലെ 1-2 ട്യൂബുകൾ അല്ലെങ്കിൽ മുറിക്കുള്ളിൽ ഒരു ട്യൂബ് എന്നൊക്കെ ഉള്ള ലെവലിലായിരുന്നു നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 40 വോട്ടിന്റെ 20 വോൾട്ടിന്റെ ഒക്കെ ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് മാറിയില്ലേ? ഇന്ന് നമ്മൾ മതിലില് സാധാരണഗതിയിൽ വെക്കുന്ന മതിലിന്റെ 2 തൂണിൽ 2 ലൈറ്റ് വെച്ചിട്ട് അത് കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മതിലില് മേലോട്ടും താഴോട്ടും നിൽക്കുന്ന രീതിയിൽ നല്ല എന്താ പറയാ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ എടുത്തു നോക്കിക്കോളൂ, വീടുകളിൽ ഒരു 10-20 ലൈറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പവർ കൺസംഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ AC-കളുടെ വർക്ക്, AC-കൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിട്ട് ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വാർഡില് AC ഇല്ലാത്ത വീടുകളുടെ എണ്ണം കുറവായി. അപ്പം ഇതാണ് ഇന്ന് നമ്മളുടെ പവർ കൺസംഷൻ കൂടുന്നു. പവർ കൺസംഷൻ സ്വാഭാവികമായിട്ട് കൂടുന്നതനുസരിച്ച് ഗ്രിഡിൽ അതിനനുസരിച്ച് ലോഡ് ഉണ്ടാവുന്നു. ആ ലോഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, അപ്പൊ അങ്ങനെ ഏതിനാണോ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത് അത്തരം ഉപകരണങ്ങൾ നമുക്ക് ആ സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. വൈദ്യുതി നിയന്ത്രണം നമ്മൾ സെൽഫായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ മാറാൻ കഴിയും. ഫാൻ നമുക്ക് ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ഈ ചൂട് കാലത്ത് ഫാൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ എന്ത് എഴുതാം. ഇപ്പൊ കോൺഗ്രസിനെ സപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്ന ഇതേ സന്ദീപ് വാര്യർ പണ്ട് മുസ്ലിം ലീഗിനെ അഡമന്റായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. അവരെ കുറിച്ച് അനാവശ്യമായി പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം സന്ദീപ് വാര്യർ പറയുന്നതൊന്നും അല്ല യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് VD സതീശൻ അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ? മറ്റു പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല, ഈ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ തലയിലേക്ക് ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളാണ് UDF സർക്കാരാണ് പവർ എന്താ പറയാ പവർ കട്ട് കൊണ്ടുവന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു മണ്ടത്തരം ഈ പറയുന്ന വേറെ ആരും ഉയർത്തിയിട്ടില്ല. ഇപ്പം VD സതീശനായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ അങ്ങനെ പിന്നെ ഉയർത്തിയിട്ടുണ്ടാവും. ഈ വേറെ ഇതിനെക്കുറിച്ച് വലിയ ബോധമോ അറിവോ ഒന്നും ഇല്ലാതെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.